കണ്ണന് നവോദയ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരൂർ പോയി. അവിടെ ഒരു കടയിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അവന് ഡ്രസ്സ് ഇട്ട് വെക്കാനും പുസ്തകങ്ങൾ വെക്കാൻ, പിന്നെ ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടി. ഇത് അവന് കൊണ്ടുപോകാനുള്ളതല്ല, അത് നമ്മളെ വീട്ടിലേക്കുള്ള വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒട്ടിക്കുന്ന, നമ്മൾ ചുമരിൽ ഒട്ടിച്ച് വെക്കുന്ന ആങ്കർ അങ്ങനത്തെയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ ഒക്കെ അവർ സ്കൂളിൽ നിന്ന് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ചെരുപ്പ് മേടിക്കാൻ പോയി. കുറേ തിരഞ്ഞതിന് ശേഷം അവന് പാകമായിട്ടുള്ള ചെരുപ്പ് കിട്ടി. അപ്പോൾ ഒരു ചെരുപ്പ് കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ കിട്ടിയില്ല. ഇനി പോകുമ്പോൾ അത് കൊണ്ടുപോകണം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. വരുന്ന വഴിക്ക് ഞങ്ങൾ മന്തി മേടിക്കാമെന്ന് കരുതി. കണ്ണന് ഇഷ്ടമാണ്, അപ്പോൾ പോണതിൻ്റെ മുന്നേ മന്തി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മന്തി വാങ്ങിച്ചു. വീട്ടിൽ വന്നിട്ടാണ് പാർസൽ വാങ്ങിച്ചിട്ട് കൊണ്ടുവരിക ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിതാ മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് പരിപാടികളുണ്ട്. അവൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കണം, കൊണ്ടുപോകാനുള്ളതൊക്കെ. പെട്ടെന്ന് ആയിരുന്നല്ലോ പോക്കൊക്കെ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കണം. അപ്പോൾ അടുത്ത ദിവസം തന്നെ പോകാനുള്ളതാണ്. അങ്ങനെ ഡ്രസ്സിൻ്റെ ബാസ്ക്കറ്റൊക്കെ നമ്മളിങ്ങനെ ആദ്യം റെഡിയാക്കി വെച്ചു. പിന്നെ ഇത് നമ്മളെ പുസ്തകം ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. പുസ്തകം അവിടെ നിന്ന് തരികയല്ലേ ഉള്ളൂ, അപ്പോൾ അവിടെ നിന്ന് ഇട്ട് വയ്ക്കണം. പിന്നെ ഇതാണ് ഡ്രസ്സ് ഇടാനുള്ളത്. പിന്നെ അവൻ്റെ സ്കൂളിലേക്ക് പോകുമ്പോഴും പിന്നെ അവിടെ നിന്ന് റൂമിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. യൂണിഫോം കിട്ടുന്നത് വരെ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ. അപ്പോൾ ഡ്രസ്സുകൾ നമ്മൾ തിരൂരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാണ്ടായ അവന് പുസ്തകം ഇട്ട് വെക്കാനുള്ള ബാസ്ക്കറ്റിൽ നമ്മൾ ആങ്കറുകൾ, പിന്നെ ബ്രഷ്, പേസ്റ്റ് വെക്കണ കൊട്ട, ഇതൊക്കെ നമ്മൾ ഒട്ടിക്കുന്ന ആങ്കറാണ് കേട്ടോ. നമ്മൾ ആണിയൊന്നും തറയ്ക്കാൻ പറ്റില്ല, അപ്പോൾ ഒട്ടിച്ച് വെക്കുന്ന ആങ്കറുകളാണ് മേടിച്ചിട്ടുള്ളത്. ഇതൊരു സെറ്റായിട്ടുള്ളതും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ണാടിയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് കണ്ണാടി വേണമെന്ന് പറഞ്ഞിട്ട് കണ്ണാടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഡ്രസ്സ് കഴുകണ കോളറൊക്കെ കഴുകണ ബ്രഷുണ്ട്, പിന്നെ ക്ലിപ്പുണ്ട്, ഡ്രസ്സ് പാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എല്ലാ സെറ്റപ്പുകളും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒറ്റയ്ക്കാണ് അവൻ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ബക്കറ്റ്, കപ്പ് അങ്ങനെയൊക്കെ മേടിച്ചു. ബ്രഷ് ഒന്ന് തൽക്കാലം വാങ്ങിച്ച് വെച്ചതാണ്, വേണമെങ്കിലും എന്ന് കരുതിയിട്ട്. ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർ തരും. കണ്ണാടി വാങ്ങിച്ചതാണ്. കണ്ണാടി അവന് ഇനി എന്തെങ്കിലും, അങ്ങനെ കണ്ണാടിയിൽ നോക്കണ ആളൊന്നുമല്ല, എന്നാലും വെറുതെ ഒരു കണ്ണാടി വാങ്ങിച്ചു എന്ന് മാത്രം. പിന്നെ ഇത് അവൻ്റെ പഴയ കൊട്ടയാണ്, വീട്ടിൽ വെക്കണ ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ അതിലിനി വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ തരികയാണ്. എന്നിട്ട് വേണം അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കണം. പിന്നെ നമ്മൾക്ക് കുറച്ച് അയൺ ചെയ്യാനുണ്ട്. അവൻ്റെ നല്ല പുതിയ ഷർട്ട് ഒക്കെ അത് ബാഗിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ ബാഗിൽ വെക്കാനുള്ളതും കൂടെ ഇനി സെറ്റാക്കാനുള്ളൂ. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാഗിൽ വെക്കാനുള്ള ഷർട്ടുകൾ അയൺ ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാൻ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ അവനെ കൊണ്ടാക്കുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ പോവാണ്. ഒരു 8:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പോയിട്ട് അവനെ അവിടെ സ്കൂളിലാക്കും. ശനിയാഴ്ചയാണ് പോയത്, 20-ാം തീയതി. അപ്പോൾ അവിടെ സ്കൂളിലാക്കണം. എന്നിട്ട് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും തിരിച്ച് വരണം എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ ശനിയാഴ്ച അവർക്ക് ക്ലാസ് ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ ഉള്ള യാത്ര കണ്ണന് എവിടെ പോവുകയാണെങ്കിലും ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവന്. അപ്പോൾ ഒരു നാരങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പോകുമ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്, ദോശയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട്. ഗേറ്റ് കടന്നാൽ സെക്യൂരിറ്റി ഉണ്ടാവും. സെക്യൂരിറ്റീൻ്റെ അടുത്ത് നമ്മളെ എല്ലാ ഡീറ്റെയിൽസും എഴുതി കൊടുത്തിട്ട് വേണം അകത്തേക്ക് കിടക്കാൻ. അവിടുന്ന് പിന്നെ അവൻ്റെ എല്ലാ കടലാസുകളും ഓഫീസിൽ കൊടുത്ത് അവനെ അവിടെ ആക്കണം. പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാക്കി. എന്നിട്ട് ഞങ്ങൾ ഉച്ചയായപ്പോഴേക്കും തിരിച്ചു പോന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ.